റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. NHSലെ പ്രസവ യൂണിറ്റുകളെ കുറിച്ചുള്ള പരാതികൾ അടിയന്തര പ്രാധാന്യത്തോടെ അന്വേഷിക്കുമെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്വീറ്റിംഗ് പ്രഖ്യാപിച്ചു. മെറ്റേണിറ്റി സർവീസുകൾ കാര്യക്ഷമമല്ലെന്നും അനാവശ്യമായ ഫണ്ട് ചെലവഴിക്കൽ നടക്കുന്നുണ്ടെന്നുമുള്ള പരാതികൾ വ്യാപകമായി ഉയർന്നു വന്നിരുന്നു. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സമൂലമായ ഒരു അന്വേഷണത്തിലാണ് സർക്കാർ തലത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച നടന്ന റോയൽ കോളേജ് ഓഫ് ഒബ്സ്റ്റട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റുകളുടെ വാർഷിക സമ്മേളനത്തിൽ സംസാരിച്ച അവസരത്തിലാണ് അദ്ദേഹം സുപ്രധാനമായ തീരുമാനം എടുത്തത്. രാജ്യത്തെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച 10 സേവനങ്ങളുടെയും മുഴുവൻ പ്രസവ സംവിധാനത്തിന്റെയും അന്വേഷണം അടിയന്തരമായി പരിശോധിക്കണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെറ്റായ ചികിത്സയുടെ പേരിൽ നൽകിയ പിഴയുടെ തുകയേക്കാൾ കുറവായിട്ടുള്ളത് അന്വേഷണത്തിന് ചെലവഴിക്കുന്നതെന്ന് ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. NHS ട്രസ്റ്റിലുടനീളമുള്ള ജീവനക്കാരുടെയും പ്രത്യേക ഉപകരണങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രസവ സുരക്ഷയിലെ പരാജയങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളെയാണ് അന്വേഷണത്തിൽ പരിശോധിക്കുന്നത്. കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകൾ ഗർഭാവസ്ഥയിലോ ജനനത്തിന് തൊട്ടു പിന്നാലെയോ വെളുത്ത വംശജരായ സ്ത്രീകളെ അപേക്ഷിച്ച് മരിക്കുവാനുള്ള സാധ്യത 3 ഇരട്ടി വരെ കൂടുതലാണെന്ന വസ്തുത പോലുള്ള പ്രസവ പരിചരണത്തിലെ വംശീയ അസമത്വങ്ങളെക്കുറിച്ചും അന്വേഷണം പരിശോധിക്കും. 2035 ആകുമ്പോഴേക്കും പ്രതിരോധ ചെലവ് GDPയുടെ 5% ഉയർത്തുവാൻ തീരുമാനിച്ച ബ്രിട്ടൻ. ആഗോള സംഘർഷങ്ങൾ വർദ്ധിക്കുകയും യൂറോപ്പ് സ്വന്തം സൈനിക ശക്തിയെ കൂടുതൽ ആശ്രയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടന്റെ ഈ നീക്കം. നാറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. നാറ്റോയുടെ പുതിയ പ്രധാന ചെലവ് ലക്ഷ്യമാക്കി ഈ പ്രതിജ്ഞ പൊരുത്തപ്പെടേണ്ടതുണ്ടെന്നും പോളണ്ട് പോലുള്ള സഖ്യകക്ഷികളെ അപേക്ഷിച്ച് പതുക്കെ ലക്ഷ്യത്തിലെത്താനാണ് ബ്രിട്ടൻ ഇപ്പോൾ പദ്ധതിയിടുന്നത്. 5% കണക്കിൽ സൈന്യം, ആയുധങ്ങൾ തുടങ്ങിയ പതിവ് പ്രതിരോധ ചെലവുകൾക്കായി 3.5%, സൈബർ സുരക്ഷ പോലുള്ള അടിയന്തര സേവനങ്ങൾക്കായി 1.5% ഉൾപ്പെടും. ബ്രിട്ടന്റെ ഈ തീരുമാനത്തെ സൈനിക നേതാക്കൾ പിന്തുണയ്ക്കുവാനും സാധ്യതയുണ്ട്. ഇംഗ്ലണ്ടിൽ ഏറ്റവും താമസയോഗ്യമായ സ്ഥലമായി ഗ്ലൗസെസ്റ്റർഷെയർ തിരഞ്ഞെടുക്കപ്പെട്ടു. നിരവധി ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും നല്ല സ്ഥലമെന്ന രീതിയിൽ ഈ അംഗീകാരം ലഭിച്ചത്. പ്രോപ്പർട്ടി വിലകൾ, കുറ്റകൃത്യങ്ങളുടെ നിരക്ക്, വിദ്യാഭ്യാസ ഫലങ്ങൾ, NHS കാത്തിരിപ്പ് സമയം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത് പരിഗണിക്കപ്പെട്ടത്. താമസിക്കുവാൻ ഏറ്റവും നല്ല സ്ഥലങ്ങൾ തിരിച്ചറിയുവാൻ 11 വ്യത്യസ്ത മാനദണ്ഡങ്ങൾ വിശകലനം ചെയ്ത് ഇവയിൽ 10 മാനദണ്ഡങ്ങളിലും ഗ്ലൗസെസ്റ്റർഷെയർ മുന്നിലായിരുന്നു. NHS ചികിത്സാ സമയം, പാർക്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, പബ്ബുകൾ പോലുള്ള സൗകര്യങ്ങൾ, സെക്കൻഡറി സ്കൂൾ പ്രകടനം തുടങ്ങിയ വിഭാഗത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ഗ്ലൗസെസ്റ്റർഷെയറിലെ ഫോറസ്റ്റ് ഓഫ് ഡീൻ 1ാം സ്ഥാനം നേടിയത്. 3ാം സ്ഥാനത്ത് കോട്സ്വോൾഡ്സും ഉണ്ട്. പ്രകൃതി സൗന്ദര്യത്തിൽ ആകർഷകമായ സ്ഥലമാണ് കോട്സ്വോൾഡ്സ്. ഏരിയയുടെ ഭൂരിഭാഗവും കുന്നുകൾ, ആകർഷകമായ ഗ്രാമങ്ങൾ, വാസ്തുവിദ്യ എന്നിവയാൽ പ്രശസ്തമായ ഈ സ്ഥലങ്ങൾ വിനോദസഞ്ചാരികൾക്ക് വളരെ പ്രിയങ്കരമാണ്. പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങളുടെയും പ്രവർത്തനങ്ങളെയും ദേശവിരുദ്ധ സ്വഭാവം കൈക്കൊള്ളുന്നതിനെ ശക്തമായി എതിർക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പർ പറഞ്ഞു. ഇത്തരം നടപടികളെ ഭീകരവിരുദ്ധ നിയമപ്രകാരം നിരോധിക്കുവാനാണ് തീരുമാനം. പാർലമെന്റിൽ നിയമം പാസ്സായാൽ പാലസ്തീൻ അനുകൂല ഗ്രൂപ്പുകാരുടെ അംഗത്വവും പിന്തുണയും നിയമവിരുദ്ധമാകും. ഓക്സ്ഫോർഡ്ഷെയറിലെ RAF ബ്രൈസ് നോട്ടണിലേക്ക് പാലസ്തീൻ അനുകൂല സംഘടനാ പ്രവർത്തകർ അതിക്രമിച്ചു കയറി 2 സൈനിക വിമാനങ്ങളിൽ ചുവപ്പ് പെയിന്റ് സ്പ്രേ ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കർശന നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തീരുമാനിക്കുന്നത്. ഈ സംഭവത്തെ അപമാനകരം എന്നാണ് കൂപ്പർ വിശേഷിപ്പിച്ചത്. സെൻട്രൽ ലണ്ടനിൽ ഒരു സംഘം ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോഴാണ് കൂപ്പറിന്റെ പ്രഖ്യാപനം വന്നത്. പാലസ്തീൻ അനുകൂല പ്രകടനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുക്കുകയും പോലീസുമായുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് 13 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നാട്ടിലെ വാർത്തകൾ. ആലപ്പുഴ പുറംകടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പലിന്റെ ടാങ്കുകളിൽ നിന്നുള്ള എണ്ണ നീക്കം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് MSC കമ്പനി DG ഷിപ്പിംഗിനോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണ് കാരണമായി പറയപ്പെടുന്നത്. കടൽ പ്രക്ഷുബ്ധമായി തുടരുമ്പോൾ കപ്പലിന്റെ ടാങ്കിൽ പൈപ്പ് ഘടിപ്പിച്ച് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ ഊറ്റുന്ന നടപടി ഏറെ സങ്കീർണമാണെന്ന് കമ്പനി അറിയിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ പൈപ്പിൽ ചോർച്ചയുണ്ടായാൽ എണ്ണ കടലിൽ പടരുവാൻ ഇടയുണ്ടാകും. ഈ സാഹചര്യത്തിൽ കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ സമയം വേണമെന്നാണ് കപ്പൽ കമ്പനിയുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് എണ്ണ നീക്കുന്ന നടപടികൾ ആരംഭിക്കണമെന്ന് DG ഷിപ്പിംഗ് MSC കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം എണ്ണ നീക്കത്തിന് ആദ്യം ചുമതലപ്പെടുത്തിയിരുന്ന T&T സാൽവേജ് കമ്പനിയെ ഒഴിവാക്കി പുതിയ കരാറുകാരെ കണ്ടെത്തുവാൻ നടത്തിയ നീക്കങ്ങളും കാലതാമസത്തിനിടയാക്കിയതായി പറയപ്പെടുന്നു. KSRTC പരമാവധി ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഡ്യൂട്ടിക്ക് പോകണമെന്നും ഓഫീസിലിരുന്നുള്ള കളി വേണ്ട എന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ജീവനക്കാരുടെ പുനർവിന്യാസം നടപ്പിലാക്കിയതോടെ സർവീസ് റദ്ദാക്കൽ കുറഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അധികമായി 100 വണ്ടികൾ ഓടുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ജീവനക്കാരെ ഓഫീസ് ജോലിയിലേക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാറ്റുന്നുണ്ട്. ജീവനക്കാരുടെ പേരിലുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾ നടപടിയെടുത്ത് അവസാനിപ്പിക്കുവാൻ അദാലത്ത് സംഘടിപ്പിക്കും. KSRTC ചലോ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ യാത്രക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കും. എൻക്വയറി കൗണ്ടറുകൾ നിർത്തലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTC കാർഡിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 80,000-ഓളം കാർഡുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു.
മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ചർച്ച ചെയ്യാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്ന് രാഹുലിന്റെ ആക്ഷേപം തള്ളിയ കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിന് രാഹുൽ ഗാന്ധി മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. ജൂൺ 12-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത്. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ കത്ത് ലഭിച്ചതായും അദ്ദേഹത്തിന്റെ ഇമെയിലിലേക്ക് കത്തയച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി കായിക വാർത്തകൾ. ഇന്ത്യക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ കരുത്താർജിച്ച് ഇംഗ്ലണ്ട്. 371 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് 30 ഓവറിൽ വിക്കറ്റ് പോകാതെ 117 റൺസ് എടുത്തു. വിജയത്തിലെത്താൻ ഇംഗ്ലണ്ടിന് ഇനി 254 റൺസ് കൂടി മതി. സാക് റൌളി, ബെൻ ടക്കറ്റ് എന്നിവരാണ് ക്രീസിൽ. 4-ാം ദിനം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 21 എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട്. അവസാന ദിവസം മത്സരം സ്വന്തമാക്കണമെങ്കിൽ ഇന്ത്യൻ ബോളർമാർ അവസരത്തിനൊത്ത് ഉയരേണ്ടി വരും. 2-90 എന്ന നിലയിൽ 4-ാം ദിനം ആരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ നഷ്ടമായി. ബ്രൈഡൻ കോസിന്റെ പന്തിൽ കട്ട് ഷോട്ടിന് ശ്രമിച്ച ഗിൽ ബൗൾഡായി. ഇന്ത്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയുമായി ടീമിന്റെ നെടുംതൂണായ ക്യാപ്റ്റനെ നഷ്ടപ്പെട്ടതോടെ ഇന്ത്യ പതറി. എന്നാൽ 4-ാം വിക്കറ്റിൽ ഋഷഭ് പന്ത് ബാറ്റിംഗിനെത്തിയതോടെ കാര്യങ്ങൾ മാറി. പന്തിന്റെ പവർ ഹിറ്റിംഗ് ഇംഗ്ലീഷ് ബോളർമാരുടെ സമനിലത്തെത്തിച്ചു. 4-ാം വിക്കറ്റിനായി അറ്റാക്കിംഗ് ഫീൽഡ് സെറ്റാക്കി കാത്തിരുന്ന ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന് വളരെ പെട്ടെന്ന് തന്നെ ബൗണ്ടറി പ്രതിരോധിക്കാനായി ഫീൽഡർമാരെ തിരികെ വിളിക്കേണ്ടി വന്നു. ഇതോടെ മറുഭാഗത്ത് ക്ഷമയോടെ ബാറ്റ് ചെയ്തു നിന്ന രാഹുലിനും കാര്യങ്ങൾ എളുപ്പമായി. ഇരുവരും ചേർന്ന് 4-ാം വിക്കറ്റിൽ 195 റൺസ് കൂട്ടിച്ചേർത്തതോടെ മത്സരത്തിൽ ഇന്ത്യ ആധിപത്യം നേടിയെന്ന് തോന്നിച്ചു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.05 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.